സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. മറ്റന്നാൾ മുതൽ അവർ അധ്യാപനം ബഹിഷ്കരിക്കും. ഫെബ്രുവരി 2 മുതൽ OPയും ബഹിഷ്കരിക്കും. സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് KGMCTA ആരോപിക്കുന്നത്. തിരുവനന്തപുരത്ത് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. പറയൂ റിനു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുകളിലെ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വിവിധ ഘട്ടങ്ങളിൽ സമരങ്ങളും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ നേരത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ധനവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതിൽ ഈ സമരത്തിലേക്ക് പോകാതെ ഒത്തുതീർപ്പിൽ എത്തുന്ന, രമ്യതയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ 18-ന് സർക്കാർ ഇറക്കിയ സർക്കുലർ അനുസരിച്ച് ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ KGMCTA ആരോപിക്കുന്നത്. അതിനാൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും മെഡിക്കൽ കോളേജുകളിലെ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 22 മുതൽ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപനം ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് ആദ്യ സമരപടിയായി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം അന്നേ ദിവസം DMO ഓഫീസിന്, തിരുവനന്തപുരത്തെ DMO ഓഫീസിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കുവാൻ വേണ്ടി KGMCTA തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കും കടക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന. ഫെബ്രുവരി 9 മുതൽ അടിയന്തര സാഹചര്യമില്ലാത്ത സർജറികൾ ബഹിഷ്കരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 11 മുതൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ ജോലികളിൽ നിന്നും ഈ മെഡിക്കൽ കോളേജ് പ്രൊഫസർമാർ വിട്ടുനിൽക്കും എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. അടിയന്തരമായി അവർ ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം സമരപരിപാടികൾ അവർ പ്രഖ്യാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. നാളെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പോ സർക്കാരോ ഇവരെ ഒരു സമവായ ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.